ഉറപ്പായും എസ്കേൻ വഴിയോരങ്ങളിൽ ആയിരങ്ങൾ അപ്പുറവും ഇപ്പുറവും VS-നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നതായി ഇവിടെ പള്ളിപ്പുറത്ത് തന്നെയാണ് എസ്കേൻ ഉള്ളത്. പള്ളിപ്പുറത്തേക്ക് VS-നെ വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്രാ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെയും ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇവിടെയും നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ വാഹനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എസ്കേൻ എല്ലാ സമയകൃത്യതകളും ഇല്ലാതാവുന്നു VS-ന് മുന്നിൽ. ഏതെങ്കിലും തരത്തിൽ VS-ന്റെ അവസാന യാത്ര തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഇന്ന സമയം ഇന്ന പോയിന്റ് ഇന്ന സമയം കഴിയണം എന്ന് നമുക്ക് ഷടിക്കാൻ കഴിയില്ല. അങ്ങനെ ഷടിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം VS-നെ ആയിരങ്ങൾ തെരുവുകളിൽ കാത്തു നിൽക്കുന്നുള്ളൂ. നേരത്തെ ഒരുപക്ഷെ ദർബാർ ഹാളിൽ പോലീസ് നിയന്ത്രണത്തിൽ സാധ്യമായെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതൊന്നും സാധ്യമല്ലാത്ത രീതിയിൽ കുറേയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയതാ. ഇനിയിപ്പോൾ പള്ളിപ്പുറം കഴിയുന്നു. പള്ളിപ്പുറം കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നു. എന്താ ഇനിയിപ്പോൾ അടുത്ത പോയിന്റുകളൊക്കെ നിറയെയധികം ആളുകൾ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്. ആ പോയിന്റിലേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. VS-ന്റെ ഭൗതികശരീരം വഹിച്ചിട്ടുള്ള വാഹനം നൂറുകണക്കിന് അദ്ദേഹത്തിന്റെ ആരാധകർ, അദ്ദേഹത്തിന്റെ പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ അനുയായികളുടെ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ, സ്നേഹിക്കുന്നവരുടെ അകമ്പടിയോടെ താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. പള്ളിപ്പുറം കടക്കുകയാണ്. വാഹനവ്യൂഹം VS-നെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര സ്വന്തം ജന്മനാട്ടിലേക്ക് കടക്കുകയാണ്. കാലം സാക്ഷി, ചരിത്രം സാക്ഷി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമ്പോൾ ഈ വിലാപയാത്രയെ അനുഗമിക്കുന്ന പതിനായിരങ്ങൾ, ഒരുപക്ഷെ ഒരിക്കലും VS-നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് യുവജനങ്ങളും ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളത് ഏറ്റവും അപേക്ഷകരമായ കാര്യം തന്നെയാണ്. പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായിരുന്ന തലസ്ഥാനം വിട്ട് സ്വന്തം മണ്ണായ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ, അദ്ദേഹം ആദർശ ശുദ്ധിക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള റിസ്കുകൾ, ഇതൊക്കെ തന്നെ ഇപ്പോൾ ഈ തെരുവോരങ്ങളിലും ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്ന ജനമനസ്സിലുണ്ട്. ജനഹൃദയങ്ങളിലായിരുന്നു VS-ന്റെ സ്ഥാനം എന്നൊരിക്കൽ കൂടി വിരിച്ചു പറയുന്ന വിലാപയാത്ര മംഗലപുരത്തേക്ക് നീളുകയാണ്. മംഗലപുരത്തേക്ക് പോവുകയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ചാറുന്ന മഴയോ ആഞ്ഞടിക്കുന്ന മഴയോ ഒന്നും ജനങ്ങൾക്ക് പ്രശ്നമല്ല. അവരുടെ ആവേശ കുതിപ്പിൽ അവരെ VS-നെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അന്ത്യ അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. VS കടന്നുപോയ വഴികൾ, നടന്നു കയറിയ ഹിമാലയങ്ങൾ, ഇതെല്ലാം തന്നെ അവരുടെ മനസ്സിലുണ്ട്. പ്രശ്നങ്ങൾക്ക് നടുവിൽ അടിപതറാതെ അചഞ്ചലമായ തൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി അടരാടിയ VS എന്ന് പറയുന്ന മഹാനുഭാവൻ, വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും കൂട്ടിയോജിപ്പിച്ച വ്യക്തിപ്രഭാവം, ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. മനുഷ്യകാരുണ്യത്തോടെ എപ്പോഴും ചേർന്ന് നിന്ന VS ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, സാധാരണക്കാരൻ്റെ കണ്ണുനീരിൽ, ഇതിലൊക്കെ VS എടുത്ത നിലപാടുകൾ, ഇതെല്ലാം മനസ്സിലുള്ള ആയിരങ്ങളാണ് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുവാൻ വേണ്ടി വഴിയോരത്ത് കാത്തു നിൽക്കുന്നത്. നേരം ഇത്ര കഴിഞ്ഞു, ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ 18 കിലോമീറ്റർ അധികം കടന്നു പോയിട്ടില്ല. ഇനി എത്രയോ പോയിന്റുകൾ കടന്നാലാണ് കൊല്ലത്തേക്ക് കടക്കാനാവുക. ആലപ്പുഴ സ്വന്തം മണ്ണിലേക്ക്, ഒരുപക്ഷെ പുന്നപ്പുറ വയലാർ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ ഇതിഹാസ ഈടുകളുണ്ടാക്കിയ കർമ്മമണ്ഡലത്തിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. വളരെ കുട്ടിക്കാലത്തെ തന്നെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്ത VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏണിപ്പടികളൊക്കെ നടന്നു കയറുമ്പോഴും അദ്ദേഹം ജനഹൃദയങ്ങളിൽ തന്നെ ജീവിച്ചു. ജനങ്ങളെ കൈവിട്ട ഒരു കളിയും അദ്ദേഹം കളിച്ചില്ല എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയം മറന്നുപോലും, സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങൾ മറന്നുപോലും അദ്ദേഹം പലയിടങ്ങളിലും നിലപാടുകൾ എടുത്തു. പലപ്പോഴും പാർട്ടി നേതാക്കന്മാർക്ക് പോലും അലോസരമുണ്ടാക്കുന്ന ചില നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റെ ദുഃഖം എന്താണെന്നും സാധാരണക്കാരൻ്റെ കണ്ണീരെന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും മനസ്സിലാക്കിയ VS അവരുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിനും അവരെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടി അക്ഷീണമെത്തിച്ച ജനനായകനാണ്. അതുകൊണ്ട് തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ പതിനായിരങ്ങൾ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുകയാണ്. കണ്ടമിടറിയുള്ള ഒരു യാത്രയയപ്പിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ കനൽ വഴി താണ്ടി കടന്നു വന്ന VS-ന് അഭിവാദ്യം അർപ്പിക്കുന്ന ആയിരങ്ങളെ നമ്മളിവിടെ കാണുന്നു. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീദ്, ഒരുപക്ഷെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആദർശ ശുദ്ധിയുള്ള ജനനേതാവിനെ നമ്മുടെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ മകുട ഉദാഹരണമാണ് നമ്മൾ ഈ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ. ജനങ്ങൾക്ക് ഒന്നേ അറിയൂ, VS അത് ശരിയായിരുന്നു. ചരിത്രത്തിൻ്റെ സാക്ഷ്യമായി അദ്ദേഹത്തിൻ്റെ ശരികൾ നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുവാൻ കാത്തു നിൽക്കുകയാണ് ജനസമൂഹം.
തുടങ്ങാൻ പോവുകയാണ്. ഈ മണിക്കൂറുകളിലൊക്കെ VS എന്ന സമരനായകന്, VS എന്ന് പറയപ്പെടുന്ന മഹാമനുഷ്യന് കേരളം നൽകിയ യാത്രയപ്പിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു തിരുവനന്തപുരത്തെ യാത്രയപ്പ്. അതങ്ങനെ മംഗലപുരം കഴിഞ്ഞ് തിരുവനന്തപുരം റൂറൽ പരിധിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത്ര മണിക്കൂറുകളും നഗരപരിധിയിലായിരുന്നു ആ യാത്ര. മംഗലപുരത്തും ആളുകൾ നിൽക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഇവിടെ മഴ പൊടിയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അവരുടെ പ്രിയപ്പെട്ട നേതാവിന്, പ്രിയപ്പെട്ട VSന്, പ്രിയപ്പെട്ട സമരനായകന്, അവരെ ചേർത്ത് പിടിച്ച മനുഷ്യന്, അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായ മനുഷ്യന് അവസാന യാത്രയപ്പ് നൽകുകയാണ്. ഇനി പ്രധാനപ്പെട്ട പോയിന്റ് അത് കോരാണി, ആറ്റിങ്ങൽ എന്നിവ സ്ഥലങ്ങളാണ്. ആറ്റിങ്ങലിൽ ഒരു വലിയ ക്രൗഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം VSന്റെ അത് വിഭാഗീയത കാലത്തടക്കം ആറ്റിങ്ങലിൽ ചില നേതാക്കൾ, ആറ്റിങ്ങലിലെ പാർട്ടി അടക്കം VSനൊപ്പം നിന്ന ചില സമയങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ സാഹചര്യത്തിൽ ആറ്റിങ്ങലിൽ ഒരു വലിയ ജനാവലി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെരുമഴയാണെങ്കിലും ആറ്റിങ്ങലിൽ ഒരു വലിയ ജനാവലി ഉണ്ടാകുമെന്നുള്ള കാര്യം തർക്കമില്ല. ഇപ്പോൾ മംഗലപുരത്തേക്ക് കടക്കുകയാണ് VS എന്ന് പറയപ്പെടുന്ന കേരളത്തിന്റെ സമരനായകന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം. സ്വാഭാവികമായും വൈകാരിക പ്രകടനങ്ങളുടെ ഒരു നീണ്ട നിര നമ്മൾ കണ്ടു. മംഗലപുരത്തേക്ക് വാഹനം എത്തുന്നു. സ്വാഭാവികമായും മഴയുണ്ട്. നമുക്ക് ചില ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഈ മഴയൊക്കെ വകവയ്ക്കാതെ ഇറങ്ങി VSനെ കാണാൻ ഇറങ്ങി ഓടുന്ന ചില സ്ത്രീകളെ, ചില കുട്ടികളെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം സ്ത്രീകളോട്, സ്ത്രീ വിഷയങ്ങളിലടക്കം, സ്ത്രീകൾക്കെതിരെ അതിക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴടക്കം VSന്റെ നിലപാട് അത് നിർണായകമായിരുന്നു. ആ VSനെ അവസാനമായി ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ള തോന്നലുമായിട്ടായിരിക്കാം ഈ പെരുമഴയത്ത്, അല്ലെങ്കിൽ ഈ മഴയത്ത് പോലും ഈ സ്ത്രീകളും കുട്ടികളും അടക്കം ഈ രീതിയിൽ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് VSന്റെ അവസാന യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായി മാറുന്നുണ്ട്. SKN അല്പസമയത്തിനുള്ളിൽ മംഗലപുരം വിടും. മംഗലപുരം വിട്ടാൽ പിന്നെ കോരാണിയാണ്. കോരാണി കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ നമ്മൾ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുടയൊക്കെ ചൂടി VSനെ, തങ്ങളുടെ പ്രിയപ്പെട്ട സമരസഖാവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വൈകാരികമായിട്ടുള്ള പല മുഹൂർത്തങ്ങൾ അത് VS എന്ന് പറയപ്പെടുന്ന സമരനായകന്, അടിച്ചമർത്തപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും കണ്ണും കരളുമായിരുന്ന നിത്യപ്രക്ഷോഭകാരിക്ക് നമ്മൾ തിരുവനന്തപുരം നൽകുന്ന യാത്രയപ്പാണത്. VS അച്യുതാനന്ദന്റെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമാകുന്നത് ഒരു വലിയ സാന്നിധ്യമാണ്. അതായത് 2019 ശേഷം VS ഇല്ലാതിരുന്ന 6 വർഷത്തെ രാഷ്ട്രീയ കേരളം, ആ രാഷ്ട്രീയ കേരളത്തിൽ പോലും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, PMGയിലെ വേലിക്കകത്തെ വീട്ടിൽ VS എന്ന് പറയപ്പെടുന്ന സാന്നിധ്യമുണ്ടല്ലോ എന്ന് ആശ്വസിച്ച മനുഷ്യരുണ്ട്. VSന്റെ പ്രിയപ്പെട്ടവർ, VSന്റെ അസുഖം, അതായത് ഇത്തവണ VSനെ പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹത്തിന് ഒരു നേരിയ പുരോഗതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുണ്ടായ സമയത്ത് പോലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ VS മടങ്ങി വരും എന്ന് കരുതിയവരാണ്. പക്ഷേ 101-ാം വയസ്സിലും VS അവസാനം നടത്തിയ ചെറുത്തുനിൽപ്പ്, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയോട് നടത്തിയ പ്രതിരോധം, അതടക്കം വിദഗ്ധ ഡോക്ടർമാരടക്കം ഞെട്ടിപ്പോയ സംഭവമാണ്. അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ പോരാട്ട കരുത്ത്. അവസാന 28 ദിവസം അദ്ദേഹം പട്ടം SUT ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ അടക്കം സഹായത്തോടുകൂടി കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പടക്കം, ശ്വാസോച്ഛ്വാസമടക്കം കണ്ട് ഞെട്ടിപ്പോയ ഡോക്ടർമാരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ഡോക്ടർമാരുണ്ട്. പക്ഷേ VSന് അങ്ങനെ ആയേ പറ്റൂ. കാരണം VSന്റെ പോരാട്ടങ്ങളുടെ കഥ അത് ഇപ്പോഴെങ്ങും തുടങ്ങുന്നതല്ല. ബാല്യം മുതൽ തന്നെ തുടങ്ങിയ ജീവിത പോരാട്ടമാണ് VSന്. 1923 ഒക്ടോബർ 20 ആലപ്പുഴ പുന്നപ്ര വെന്തലത്തറ ശങ്കരന്റെയും മണ്ണഞ്ചേരി പടിഞ്ഞാറ് മാലൂർത്തോപ്പിൽ അക്കമ്മയുടെയും മകനായി ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയ പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 4.5 വയസ്സുള്ളപ്പോൾ വസൂരി ബാധിച്ച് അമ്മ മരിച്ചു. 11-ാം വയസ്സിൽ അച്ഛനെ നഷ്ടമായി. കുടുംബത്തെ സഹായിക്കാനായി 7-ാം ക്ലാസ്സിൽ പഠനം നടത്തി. പിന്നീട് നടത്തിയ അദ്ദേഹത്തിന്റെ ജീവിത പ്രതിരോധം അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള രാഷ്ട്രീയ വഴികളിൽ സഹായമായി. 1939 ആലപ്പുഴ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ തൊഴിലാളിയായതോടെയാണ് VSലെ പ്രക്ഷോഭകാരി ഉണരുന്നതും അത് ചില നേതാക്കളെങ്കിലും തിരിച്ചറിഞ്ഞതും. 46-ൽ പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ ഒളിവിൽ പോയ VS പിന്നീട് തിരിച്ചെത്തുന്നത് കരുത്തും കാമ്പുമുള്ള ഒരു നേതാവായിട്ടാണ്. 52-ൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയും 56-ൽ ജില്ലാ സെക്രട്ടറിയുമായി. 57-ൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ VS പിന്നീട് ഇങ്ങോട്ട് CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ വളർത്തിയും സ്വയം വളർന്നും സ്വയം തിരുത്തിയും അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ യാത്ര അത് പലതവണ നമ്മൾ കണ്ടു. ഒരൊറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ VS പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടങ്ങൾ അത് 1966-ലെ രക്തദാന വിവാദം, 88-ലെ പരിസ്ഥിതി നിലപാട്, 98-ലെ ഗ്രൂപ്പിസവും വെട്ടിനിരത്തലും, 2007-ലെ അച്ചടക്ക ലംഘനം, 2009-ലെ പരസ്യ പ്രസ്താവന, 2011-ലെ ലോട്ടറി വിവാദം, 2012-ൽ KK രമയ്ക്ക് പിന്തുണ, 2012-ൽ തന്നെ കൂടംകുളം പ്രക്ഷോഭത്തിൽ ദേശീയ നേതൃത്വത്തെ അടക്കം ചോദ്യം ചെയ്ത സമീപനം, 2013-ൽ വീണ്ടും പരസ്യ പ്രസ്താവനയും അച്ചടക്ക ലംഘനവും, 2017-ൽ തുടർച്ചയായ അച്ചടക്ക ലംഘനം. അങ്ങനെ സ്വയം കലഹിക്കുകയായിരുന്നു VS എന്ന് തെളിയിക്കുന്നതാണ് പാർട്ടിയോടുള്ള VSന്റെ കലഹം. പക്ഷെ അപ്പോഴും പാർട്ടിയിലെ സാധാരണക്കാരത ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു പൂച്ചെണ്ടുമായി ഒരു കൊച്ചുകുട്ടി
വി എസിനെ കാത്തിങ്ങനെ ഈ വഴിയോരങ്ങളിൽ നിൽക്കണമെങ്കിൽ ദാ ജെൻസി എന്ന് കുറ്റപ്പെടുത്തുന്ന ജനറേഷന് പോലും, അല്ലെങ്കിൽ ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന ജനറേഷന് പോലും വി എസ് എന്ന് പറയപ്പെടുന്ന രണ്ടക്ഷരം, അങ്ങനെ ഇനിയൊരു രാഷ്ട്രീയ നേതാവിന് മറ്റൊരു തലമുറ അടയാളപ്പെടുത്തുമോ എന്ന് നമുക്കറിയില്ല. വി എസിന്റെ ഈ വരുന്ന അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി വരുന്ന ബസ്സിന്റെ മുൻപിൽ രണ്ട് ചിത്രങ്ങളുണ്ട്, രണ്ട് കാർട്ടൂൺ ചിത്രങ്ങളുണ്ട്, പ്രിയപ്പെട്ട വി എസ് എന്ന പേരിലുള്ള രണ്ട് കാർട്ടൂൺ ചിത്രങ്ങളുണ്ട്. അതടക്കം വി എസ് എത്രത്തോളം ഏത് തലമുറയെ വരെ സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ ഒരു മഹാമനുഷ്യനായി ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.